ചരിത്രത്തിന്റെ താളുകൾ മറച്ചു നോക്കിയാൽ ഒരു കാലത്ത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ എവിടെയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകും. ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും വേണ്ടി മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന വിദേശ നിർമ്മിത ആയുധങ്ങളുടെ പിന്നിൽ ഒളിച്ചിരുന്ന ലോകം തന്നെ പുച്ഛത്തോടെയും അവഗണനയോടെയും നോക്കിക്കണ്ട ഒരു കാലം. അന്ന് ഇന്ത്യയെ തളർത്താൻ നോക്കിയവർ, ഇന്ത്യയെ പരിഹസിച്ചവർ ഏറെയായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു, കളിയിലെ നിയമങ്ങൾ മാറിയിരിക്കുന്നു. ആരും വിലമതിക്കാത്ത ഇറക്കുമതി മാത്രം ചെയ്തിരുന്ന ആ ഇന്ത്യ ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന, ആദരിക്കുന്ന ഒരു ആഗോള ശക്തിയായി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അസാധ്യമായതിനെ സാധ്യമാക്കി ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച മോദി എന്ന കരുത്തനായ നേതാവിന്റെ ഇത്രയും വർഷത്തെ ആ ഒരു പ്രയത്നത്തിന്റെ നേർസാക്ഷ്യമാണ് ഇന്നത്തെ ഈ വലിയ വാർത്ത. ഇറക്കുമതിയുടെ കാലം കഴിഞ്ഞ് ഇന്ത്യ ഇന്ന് കയറ്റുമതിയുടെ കുതിപ്പിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. അതെ, എന്താണ് ഈ മാറ്റത്തിന് പിന്നിലെ കഥ? ഇന്തോനേഷ്യയുമായുള്ള ചരിത്രപരമായ അസ്ത്ര മിസൈൽ കരാർ ഇന്ത്യക്ക് നൽകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് ഇന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾക്കായി കാത്തിരിക്കുന്നു? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇന്തോനേഷ്യൻ സന്ദർശനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവിടുത്തെ ഭരണകൂടവും ജനങ്ങളും നൽകിയ ആ അതിഗംഭീരമായ സ്വീകരണം ലോകം മുഴുവൻ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ കണ്ട് അഭിമാനത്തോടെ ഓരോരുത്തരും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ടാകുമല്ലോ. അത്രത്തോളം ആത്മബന്ധമാണ് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ളത്. എന്നാൽ ആ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു സാധാരണ നയതന്ത്ര സന്ദർശനം മാത്രമായിരുന്നില്ല എന്നതാണ്. ആ സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. അതാണിപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ അഭിമാന നേട്ടമായ അസ്ത്ര മിസൈൽ കരാർ. ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഇന്ത്യ നിർമ്മിച്ച ഈ അത്യാധുനിക മിസൈലുകൾ ഇനി അവർ സ്വന്തമാക്കാൻ പോവുകയാണ്. ദീർഘകാലമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആയുധങ്ങൾക്ക് വേണ്ടി ലോകത്തെ ആശ്രയിക്കുന്ന ഇന്ത്യ എന്ന വിളിപ്പേര് ഇവിടെ പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. ഇറക്കുമതി എന്ന ലേബലിൽ നിന്നും കയറ്റുമതി എന്ന തലത്തിലേക്ക് ഇന്ത്യ വളർന്നു കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇന്തോനേഷ്യ പോലുള്ള ഒരു രാജ്യം ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയിൽ വിശ്വാസം അർപ്പിച്ച് ഇത്തരമൊരു കരാറിലേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വളർച്ചയാണ് അടയാളപ്പെടുത്തുന്നത്. അസ്ത്ര മിസൈലുകൾക്ക് വേണ്ടി ലോകരാജ്യങ്ങൾ കാത്തു നിൽക്കുന്ന ആ കാലം വന്നെത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന, പുച്ഛത്തോടെ കണ്ടിരുന്ന ഇന്ത്യൻ പ്രതിരോധ നിർമ്മിതികൾ ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ആയുധങ്ങളുമായി മത്സരിക്കാൻ പാകത്തിൽ വളർന്നു. ശത്രു രാജ്യങ്ങൾ അമ്പരന്നു നിൽക്കുകയാണ്. കാരണം അവർ അന്ന് കണ്ട ഇന്ത്യ അല്ല ഇന്നുള്ളത്. മോദിയുടെ കീഴിൽ ഇന്ത്യ അടിമുടി മാറിയിരിക്കുന്നു. ഒപ്പുവെച്ച ഈ കരാർ വെറും ഒരു പേപ്പർ കഷ്ണമല്ല, മറിച്ച് ഇന്ത്യയുടെ സൈനിക കരുത്തിന്റെ പ്രഖ്യാപനമാണ്. എന്താണ് ഈ കരാറിന്റെ പിന്നിലെ കൂടുതൽ വിശേഷങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ നാം അഭിമുഖീകരിച്ച പ്രതിസന്ധികളെ കുറിച്ച് ഒന്ന് ഓർക്കണം. ഒരു കാലത്ത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. സാങ്കേതിക വിദ്യയ്ക്കും പ്രതിരോധത്തിനും വേണ്ടി നാം മറ്റുള്ളവരുടെ മുന്നിൽ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ഇന്ത്യയെ പരിഹസിച്ചവരും തളർത്താൻ നോക്കിയവരും ഏറെയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കാര്യങ്ങൾ അടിമുടി മാറി. ഓരോ വിദേശ പര്യടനത്തിലും പിന്നിലും വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇന്ത്യയെ ലോകം ബഹുമാനിക്കണം, ആദരിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് അദ്ദേഹം ഓരോ നീക്കവും നടത്തിയത്. ഇന്ന് ലോകം ഇന്ത്യ ഉറ്റുനോക്കുന്നു. നമ്മുടെ ആയുധങ്ങൾ സ്വന്തമാക്കാൻ വമ്പൻ രാജ്യങ്ങൾ പോലും ആഗ്രഹിക്കുന്നു. ഇന്തോനേഷ്യയുമായുള്ള അസ്ത്ര കരാർ വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയുടെ ആഗോള അംഗീകാരം തന്നെയാണ്. ഇനി എന്താണ് ഈ അസ്ത്ര മിസൈലിന്റെ പ്രത്യേകത എന്ന് പരിശോധിക്കാം. ഇത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ്. ലോകോത്തര നിലവാരമുള്ള മിസൈലുകളെ നേരിടാൻ പാകത്തിൽ നിർമ്മിച്ച ഈ സംവിധാനം ഇന്ത്യയുടെ വ്യോമസേനയുടെ കരുത്ത് 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യ ഈ കരാറിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ കൈവശമുള്ള റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സുഖോയ് 8 യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയാണ്. ആ അനുഭവ സമ്പത്ത് ഉപയോഗിച്ച് അസ്ത്ര മിസൈലുകളെ ഈ വിമാനങ്ങളുമായി സംയോജിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. റഷ്യൻ മിസൈലുകൾക്ക് പകരമായി ഇന്ന് ലോകരാജ്യങ്ങൾക്ക് ധൈര്യത്തോടെ തിരഞ്ഞെടുക്കാവുന്ന ഒരേ ഒരു പേര് അസ്ത്ര എന്നു മാറി. ഇത് ഇന്ത്യയുടെ DRDOയുടെ വിജയം തന്നെയാണ്. ഇനി വിമർശകർ ഒന്ന് മനസ്സിലാക്കുക. ഒരു കാലത്ത് ഇറക്കുമതിക്ക് മാത്രം കാത്തിരുന്ന രാജ്യം ഇന്ന് കയറ്റുമതിയിൽ അജയമായി മാറിയിരിക്കുകയാണ്. ഇന്തോനേഷ്യ മാത്രമല്ല, വിയറ്റ്നാം തുടങ്ങി രാജ്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ തേടി വരികയാണ്. തങ്ങളുടെ യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി പോലും അവർ ഇന്ന് ഇന്ത്യൻ പങ്കാളികളെയാണ് ആശ്രയിക്കുന്നത്. മോദി സർക്കാർ നടപ്പിലാക്കിയ ആത്മനിർഭർ ഭാരത് പദ്ധതി എത്രത്തോളം വിജയകരമാണെന്ന് ഇതിൽ തന്നെ വ്യക്തമാണ്. അസ്ത്ര മിസൈലിന്റെ ഈ
വലിയൊരു ശ്രേണി പതിപ്പുകൾ കൂടി വരാനിരിക്കെ വരും വർഷങ്ങളിൽ ലോകായുധ വിപണിയിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പാണ്. ഇന്തോനേഷ്യയുമായുള്ള ഈ സഹകരണം നമ്മുടെ തന്ത്രപ്രധാനമായ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും. ദക്ഷിണ ചൈന കടൽ മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുകയാണ്. പാകിസ്ഥാൻ കൈവശം വെച്ചിരുന്ന വിദേശ നിർമ്മിത മിസൈലുകളെ പോലും നിഷ്പ്രയാസം നേരിടാൻ കഴിയുന്ന ആയുധങ്ങൾ ഇന്ന് ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇതെല്ലാം മോദി എന്ന നേതാവിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലം തന്നെയാണ്. ആയുധങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്ന ഇന്ത്യയിൽ നിന്നും ലോകരാജ്യങ്ങൾ ഇന്ത്യൻ ആയുധത്തിനായി കാത്തിരിക്കുന്ന ഒരു ഇന്ത്യയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. ഇത് ഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. തളർത്താൻ നോക്കിയവരുടെ മുഖത്തടിക്കുന്ന നേട്ടമാണിത്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ കരുത്തിനെ തേടി വരും, അത് ഉറപ്പാണ്. അതിലൂടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും പ്രതിരോധ മേഖലയും ഇനിയും കരുത്താർജിക്കും. ഇതാണ് പുതിയ ഇന്ത്യ, ഇതാണ് മോദിയുടെ ഇന്ത്യ. ഇനി സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ശത്രു രാജ്യങ്ങൾക്കും ഇവിടുത്തെ മോദി വിരുദ്ധർക്കും ഇത് ഒട്ടും ദഹിച്ചിട്ടുണ്ടാവില്ല. ഇന്ത്യയുടെ ഈ വളർച്ച കണ്ട് അവർക്കുള്ളിൽ വലിയൊരു അങ്കലാപ്പുണ്ടാവാം. എങ്ങനെ ഈ നേട്ടത്തിൽ ഒരു കുറ്റം കണ്ടെത്താം, എങ്ങനെ ഇതിനൊന്ന് താഴ്ത്തിക്കെട്ടാമെന്നാവും അവരുടെ ചിന്ത. നമ്മൾ പതിവായി കാണുന്നതാണല്ലോ, നല്ലത് നടക്കുമ്പോൾ അത് കാണാത്ത മട്ടിൽ ഇരിക്കുകയും എന്തെങ്കിലും ചെറിയൊരു പഴുത് കിട്ടുമോ എന്ന് നോക്കി ഓടി നടക്കുന്ന ഒരു പ്രത്യേക വർഗത്തെ. നമ്മുടെ രാഹുൽ ഗാന്ധിക്കൊക്കെ ഇത്തരം വിഷയങ്ങളിൽ വലിയ താല്പര്യമാണല്ലോ. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ക്രെഡിറ്റ് എങ്ങനെ കുറയ്ക്കാമെന്നോ ചിന്തിക്കുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ലോകം മുഴുവൻ ഇന്ത്യ ആദരിക്കുമ്പോൾ സ്വന്തം രാജ്യത്തിന്റെ നേട്ടത്തിൽ സന്തോഷിക്കാൻ കഴിയാത്തവർക്ക് മുന്നിൽ ഇനിയും ഇത്തരം അനേകം മറുപടികൾ നൽകാൻ നമ്മുടെ ഭാരതം ഇനിയും വളരും. വിമർശകർക്ക് നോക്കി നിൽക്കാനേ സാധിക്കും. കാരണം നമ്മൾ ഓരോ ദിവസവും പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ കരാറിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പലരും വിചാരിക്കുന്നത് ഇന്തോനേഷ്യ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ മാത്രമാണ് വാങ്ങുക എന്നതാണ്. ആ വാർത്തകൾക്ക് പിന്നാലെയാണ് അസ്ത്ര കൂടി ഇന്തോനേഷ്യൻ സ്വന്തമാക്കുന്നു എന്ന അപ്രതീക്ഷിതമായ ഈ വലിയ വാർത്ത വരുന്നത്. അതോടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ചർച്ച തന്നെ ഇന്ന് ഇന്ത്യയെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. ബ്രഹ്മോസ് കൊണ്ട് തുടങ്ങി വെച്ച കുതിപ്പ് അസ്ത്ര കൂടി എത്തിയതോടെ വേറെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ലോകരാജ്യങ്ങളുടെ നേട്ടം ഇന്ന് കൃത്യമായി ഇന്ത്യക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ആ പഴയ ഇന്ത്യയെ നമ്മൾ ഓർക്കണം. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ, അതിർത്തിയിൽ ആക്രമണം നടക്കുമ്പോൾ എത്രമാത്രം പേടിച്ചിരുന്നു. നമ്മളെ സംരക്ഷിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ പോലും കയ്യിലില്ലാതെ അന്യരാജ്യങ്ങളുടെ മുന്നിൽ കൈ നീട്ടി ആയുധങ്ങൾക്കായി കെഞ്ചേണ്ടി വന്ന ആ കാലം. അന്ന് നമ്മളെ ലോകം നോക്കിക്കണ്ടത് വളരെ പുച്ഛത്തോടെയായിരുന്നു. ആരും വിലമതിക്കാത്ത, എന്തിനും ഏതിനും ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചിരുന്ന ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തല കുനിച്ചു നിന്ന ആ പഴയ ഇന്ത്യ. ആ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മളിൽ ഓരോരുത്തർക്കും വേദനയുണ്ട്. പക്ഷേ ആ ഇന്ത്യ അല്ല ഇന്നുള്ളത്. കളിയിലെ നിയമങ്ങൾ അടിമുടി മാറിയിരിക്കുകയാണ്. അന്ന് ആയുധങ്ങൾക്കായി കെഞ്ചിയെങ്കിൽ ഇന്ന് ലോകരാജ്യങ്ങൾ നമ്മുടെ ആയുധങ്ങൾക്കായി കാത്തു നിൽക്കുകയാണ്. അസാധ്യമായതിനെ സാധ്യമാക്കി ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച മോദി എന്ന കരുത്തനായ നേതാവിന്റെ ഈ ഒരു പരിശ്രമത്തിന്റെ നേർസാക്ഷ്യം ഇതിലൂടെ നമ്മൾ കാണുകയാണ്. ഇറക്കുമതിയുടെ കാലം കഴിഞ്ഞ് ഇന്ത്യ ഇന്ന് കയറ്റുമതിയുടെ കുതിപ്പിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ വാർത്ത കേട്ട് ഏറ്റവും കൂടുതൽ ഞെട്ടാൻ പോകുന്നത് ആർക്കാണെന്നറിയാമോ? ഒട്ടും സംശയമില്ലാതെ പറയാം, നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനും ചൈനയും. ട്രംപിന്റെയൊക്കെ തന്ത്രങ്ങൾക്കപ്പുറം ഇന്ത്യയുടെ ഈ മിസൈൽ കയറ്റുമതി കണ്ട് ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാകുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. പണ്ട് ആയുധങ്ങൾക്കായി നമ്മൾ കെഞ്ചിയിരുന്നപ്പോൾ അത് കണ്ട് ചിരിച്ചവർ ഇന്ന് ഇന്ത്യയുടെ അസ്ത്ര മിസൈലുകൾ അതിർത്തി കടന്ന് ലോകവിപണിയിൽ നിറയുന്നത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. അവരുടെ കൈവശമുള്ള പഴയ ചൈനീസ് US നിർമ്മിത മിസൈലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അസ്ത്രയുടെ പ്രഹരശേഷി അവരെ ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിക്കുന്നുണ്ടാവും. ഈ മിസൈൽ കരാർ വെറുമൊരു കച്ചവടമല്ല, മറിച്ച് പാകിസ്ഥാന്റെയും അവർക്ക് പിന്തുണ നൽകുന്നവരുടെയും ഒക്കെ തന്ത്രങ്ങളെ തകർക്കാൻ പോകുന്ന ഇന്ത്യയുടെ പ്രതിരോധ മുന്നേറ്റമാണ്. ഇവർക്കൊക്കെ ഇതെങ്ങനെ സഹിക്കും? ഓരോ അസ്ത്ര മിസൈൽ വിൽക്കപ്പെടുമ്പോഴും പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ ഉറക്കം കെടുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിമർശകർ എത്ര ഒച്ച വെച്ചാലും ഇന്ത്യയുടെ ഈ കരുത്ത് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ പാറിപ്പറക്കുകയാണ്. പഴയ ഇന്ത്യയുടെ നിഴലിൽ നിന്നും പൂർണ്ണമായി മോചിതരായി പുതിയൊരു ഇന്ത്യയായി ഇന്ന് മാറിയിരിക്കുകയാണ്. എന്നാലും ഇന്ത്യയുടെ ഒരു നേട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.